പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആഷിഖ് എന്നാണ്. A+ അക്കാഡമിയിലെ ഫിസിക്സിൻ്റെ അധ്യാപകനാണ്. നമ്മൾ ഇന്ന് നോക്കുന്നത് 9th ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? യെസ്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, അല്ലേ? അതായത് പ്രകാശത്തിൻ്റെ അപവർത്തനം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ് ഇത്, നമ്മുടെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. പിന്നെ പറയാനുള്ളത് ചെറിയൊരു പ്രോബ്ലം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കണ്ടന്റുകളാണ്. ഒരു കുട്ടിക്ക് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് ഈ ചാപ്റ്ററിന് കരസ്ഥമാക്കാൻ സാധിക്കും. മക്കളെ ഇവിടേക്ക് നോക്കിയേ, ഇവിടേക്ക് ശ്രദ്ധിച്ച് മക്കളെ, ഇവിടെ നോക്കുക. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് നമ്മൾ പറഞ്ഞു, അല്ലേ? ചാപ്റ്ററിൻ്റെ പേര് നമ്മൾ പറഞ്ഞു, എന്തായിരുന്നു? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, അതായത് പ്രകാശത്തിൻ്റെ അപവർത്തനമാണ്. ഞാൻ ഇവിടെ തൽക്കാലം റിഫ്രാക്ഷൻ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മക്കളെ ഇവിടേക്ക് നോക്കൂ. ഒരു ഗ്ലാസ്, അല്ലേ? ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പെൻസിൽ ഇറക്കി വെക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ പെൻസിലിന് എന്തോ ഒരു മാറ്റമുണ്ട്, അല്ലേ? നോർമലി പെൻസിൽ കാണുന്നത് പോലെയല്ല, ഈ പെൻസിലിൻ്റെ ഈ ഒരു ഭാഗത്ത് എന്തോ ഒരു മാറ്റം കാണുന്നുണ്ട്, അല്ലേ? അതിന് കാരണം എന്തായിരിക്കും ചോദ്യം, അല്ലേ? ഇനി രണ്ടാമത്തെ ഒരു ഫിഗർ കാണിച്ചു തരാം. ഈ ഫിഗർ കണ്ടോ നിങ്ങൾ മക്കളെ? ഇതൊരു ഗ്ലാസിൻ്റെ സ്ലാബാണ്, ഗ്ലാസ് സ്ലാബാണ്, അല്ലേ? അപ്പോൾ അതിലേക്ക് ഇങ്ങനെ പ്രകാശം ഇങ്ങനെ പോകുന്നുണ്ട്. ഈ പ്രകാശം നേരെ ഇങ്ങനെ പോയോ? ഇല്ല, ആ പ്രകാശം നേരെ പോയില്ല, മറിച്ച് ഈ പ്രകാശം ഇങ്ങനെ കടന്ന് ഇങ്ങനെ ഇങ്ങനെ ഈ രൂപത്തിലാണ് പ്രകാശം പോയത്. അതിനൊരു കാരണമുണ്ടാകും, അല്ലേ? അതിന് കാരണം എന്താണ്? നമ്മൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ സയൻസ് വിദ്യാർത്ഥികളാണ്, അല്ലേ മക്കളെ? ഇനി വേറൊരു ഫിഗർ കൂടി കാണിച്ചു തരാം. ഒരു ഗ്ലാസിൻ്റെ ഒരു ടാങ്ക് ഉണ്ട്, അതിൽ ഒരു ലിക്വിഡ് നിറച്ചിട്ടുണ്ട്, അല്ലേ? ആ ലിക്വിഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ലേസർ ടോർച്ച് അടിക്കുകയാണ്. അപ്പം ആ ലേസർ ലൈറ്റ് നോക്കൂ മക്കളെ, നേരെ പോകുന്നുണ്ടോ? ഇല്ല, ആ ലേസർ ലൈറ്റിൻ്റെ പാത്ത്, അല്ലേ, അഥവാ പാതയ്ക്ക് ചെറിയൊരു ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ട്, അല്ലേ മക്കളെ? ചെറിയ ഡീവിയേഷൻ സംഭവിച്ചില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഡീവിയേഷൻ സംഭവിക്കുന്നത്? മക്കളെ ഇതൊരു ചോദ്യമാണ്, അല്ലേ? അപ്പം ഇതിനൊക്കെ കാരണം ഞാൻ ചാപ്റ്ററിൻ്റെ പേര് പറഞ്ഞു. നമ്മളെന്താ ചാപ്റ്ററിൻ്റെ പേര് പറഞ്ഞത്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, അല്ലേ? പ്രകാശത്തിൻ്റെ അപവർത്തനം എന്നുള്ളതല്ലേ? എങ്കിൽ നമ്മൾ ഈ കാണിച്ച നമ്മളിപ്പോൾ കണ്ട ഈ 3 ഫിഗർ ഉണ്ടല്ലോ, ഈ 3 ഫിഗറിൻ്റെയും ഇങ്ങനെ ലൈറ്റിൻ്റെ പാത്തിന് ഡീവിയേഷൻ, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വ്യതിയാനം സംഭവിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്, പ്രകാശത്തിൻ്റെ അപവർത്തനമാണ്. നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഒക്കെ നമ്മൾ ഇതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ എന്ത് ചെയ്യും? കൃത്യമായി തിരഞ്ഞു പോകും. മക്കളെ ഇനി ഈ ഒരു ഫിഗർ നോക്കിയേ, ഇതൊന്നും കൂടി വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഈ ഫിഗറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലേ, ഒരു ലൈറ്റർ ഇങ്ങനെ വരുന്നുണ്ട്, അല്ലേ? ആ ലൈറ്റർ മക്കളെ നോക്കിക്കേ, ഈ ലൈറ്റർ എയറിൽ നിന്ന് വാട്ടറിലേക്കാണ് ലൈറ്റർ പോവുക. മുകളിൽ എയറും താഴെ വാട്ടറും ആണ്, അല്ലേ? ഈ ലൈറ്റർ കണ്ടോ മക്കളെ, എയറിൽ നിന്ന് വാട്ടറിലേക്ക് പോകുമ്പം ഈ ലൈറ്റർ നേരെ പോകുന്നുണ്ടോ? നേരെ പോകുന്നില്ല. അപ്പോൾ അതിന് കാരണം ഉണ്ടാവുമല്ലോ. അതിൻ്റെ കാരണത്തിൻ്റെ പേരാണെന്ത്? ലൈറ്റിൻ്റെ റിഫ്രാക്ഷൻ, പ്രകാശത്തിൻ്റെ അപവർത്തനം. ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ മക്കളെ. ഇതൊക്കെ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യും. നോക്കിക്കോ, ഇവിടെ നോക്കുക, അടുത്ത ഫിഗർ നോക്ക്. ഇതേപോലെ ഒരു ഗ്ലാസിൻ്റെ ടാങ്ക് ഉണ്ട്, അതായത് നമ്മൾ പച്ചവെള്ളം, ഗ്രീൻ വാട്ടർ, പച്ചവെള്ളത്തിൻ്റെ മലയാളമാണെന്ത്? ഗ്രീൻ വാട്ടർ, അല്ലേ? ഗ്രീൻ വാട്ടർ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ഞാൻ വെറുതെ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ലേസർ ലൈറ്റ് ഈ ഒരു ടാങ്കിലേക്ക് അടിക്കുന്ന സന്ദർഭത്തിൽ ഈ ലൈറ്റിന് ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ടോ? നേരത്തെ ഡീവിയേഷൻ, അല്ലേ, വ്യതിയാനം ലൈറ്റിൻ്റെ പാതയ്ക്ക്, അല്ലേ, ഡീവിയേഷൻ സംഭവിച്ചിരുന്നു. പക്ഷേ ഇവിടെ ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അതിന് കാരണമുണ്ടാകും, അല്ലേ? അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ആണ് ഇത്, അല്ലേ? വായുവിൽ നിന്ന്, അതായത് എയറിൽ നിന്ന് വാട്ടറിലേക്ക് ലൈറ്റർ പോകുന്ന സന്ദർഭത്തിൽ മക്കളെ ആ ലൈറ്ററിലേക്ക് എന്ത് സംഭവിക്കുന്നില്ല? ഡീവിയേഷൻ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കണം. നമ്മൾ അതിൻ്റെ ഉത്തരമൊക്കെ ഈ ചാപ്റ്ററിൽ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യും? പറയും. ഓക്കെ മക്കളെ നോക്കിയേ, ഇനിയാണ് നമ്മൾ ചാപ്റ്ററിൻ്റെ ഒരു കണ്ടന്റിലേക്ക് പോകുന്നത്. മീഡിയം അഥവാ മാധ്യമം എന്താണിത്? മക്കളെ മീഡിയം അഥവാ മാധ്യമം, നമ്മൾ ഇവിടെ ആരെക്കുറിച്ച് നമ്മൾ പറയുന്നത്? നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത് ലൈറ്റിനെ കുറിച്ചായതുകൊണ്ട് മക്കളെ, ഇവിടെ ലൈറ്റ് സഞ്ചരിക്കുന്നത് ഇതിലൂടെയാണോ? അത് ലൈറ്റിൻ്റെ മീഡിയമാണ്. ലൈറ്റ് സഞ്ചരിക്കുന്നത് എയറിലൂടെയാണ്, വായുവിലൂടെയാണെങ്കിൽ ലൈറ്റിൻ്റെ ഇവിടത്തെ മീഡിയം, ഇവിടത്തെ മാധ്യമം എന്താണ്? വായുവാണ്. ഇനി ലൈറ്റ് സഞ്ചരിക്കുന്നത് വാട്ടറിലൂടെയാണെങ്കിൽ ആ സമയത്ത് ലൈറ്റിൻ്റെ മീഡിയം ഏതാ? വാട്ടറാണ്.
ലൈറ്റ് സഞ്ചരിക്കുന്ന ഗ്ലാസ്സിലൂടെയാണെങ്കിൽ അവിടെ മീഡിയം ഏതാ, ഗ്ലാസ് ആണ്. ഡയമണ്ടിലൂടെയാണെങ്കിൽ ഡയമണ്ടാണ്, വജ്രമാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പം പല കുട്ടികൾക്കും മീഡിയം എന്താണ് സാറേ ഈ മീഡിയം എന്ന് ചോദിക്കാറുണ്ട്. അപ്പം മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇത്ര മാത്രമേ ഉള്ളൂ. ലൈറ്റ് ഏതിലൂടെയാണോ സഞ്ചരിക്കുന്നത് അവിടെ അതാണ് മീഡിയം. നമ്മൾ പറയാറില്ലേ ഈ പത്രമാധ്യമങ്ങൾ അല്ലേ, മീഡിയ റിപ്പോർട്ടുകളൊക്കെ പറയാറില്ല. നമ്മൾ ഈ പറയുന്ന കണ്ടന്റ് തന്നെയാണ്, വാർത്ത വരുന്ന മീഡിയം ഏതാണ് അല്ലേ, അത്രയുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു മക്കളെ. ഇനി ഈ ലൈറ്റിന് സഞ്ചരിക്കാൻ മീഡിയം നിർബന്ധമാണോ? ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മക്കളെ ഒരു കഥ പറയാം, ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇവിടെ സൂര്യൻ ഉണ്ട് എന്ന് വിചാരിക്കും. നമ്മുടെ സൂര്യൻ ഇവിടെ എങ്ങനെ ഉണ്ട്, നമുക്കറിയാം രാവിലെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരും അല്ലേ, സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലേക്ക് വരും. ആ സമയത്ത് മക്കളെ ശ്രദ്ധിച്ചോളൂ, ഇവിടെ ഭൂമി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഈ സൂര്യപ്രകാശം എന്ത് ചെയ്യാണ്, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ഇങ്ങനെ വരും. ഞാൻ ചോദിക്കുന്നത് ഈ സൂര്യൻ്റെയും ഈ ഭൂമിയുടെയും ഈ ഗ്യാപ്പിൽ അല്ലെ, ഈ സ്പേസിൽ എന്തെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും മീഡിയം ഉണ്ടോ? എയർ ഉണ്ടോ, വാട്ടർ ഉണ്ടോ, ഗ്ലാസ് ഉണ്ടോ, ഡയമണ്ട് ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഒന്നുമില്ലാതെ തന്നെ ഈ ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ മക്കളെ, ഈ ലൈറ്റിന് സഞ്ചരിക്കാൻ എന്താവശ്യമില്ല, ലൈറ്റിന് സഞ്ചരിക്കാൻ ഒരു മീഡിയം നിർബന്ധമൊന്നുമില്ല. ലൈറ്റ് സഞ്ചരിക്കാൻ മീഡിയം നിർബന്ധമില്ല. ലൈറ്റ് എന്ത് ചെയ്യും, മീഡിയം ഇല്ലാതെ സഞ്ചരിക്കും. അപ്പം മീഡിയം ഇല്ലാതെ ലൈറ്റ് സഞ്ചരിക്കുകയാണെങ്കിൽ ലൈറ്റ് ഏതിലൂടെ സഞ്ചരിച്ചു എന്ന് നമ്മൾ പറയേണ്ട അറിയോ? മീഡിയം ഇല്ലാതെ, ഒരു മാധ്യമവും ഇല്ലാതെ ലൈറ്റ് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഏതിലൂടെ സഞ്ചരിച്ചു എഴുതാട്ടോ, നോക്കി ശ്രദ്ധിച്ചോ. ലൈറ്റ് മക്കളെ, ലൈറ്റ് വാക്വത്തിലൂടെ, അതായത് മക്കളെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ലൈറ്റ് ശൂന്യതയിലൂടെ സഞ്ചരിച്ചു എന്ന് പറയാം. നമുക്ക് ഇത്രയേ ഉള്ളൂ മക്കളെ. ഈ പറയുന്ന 4 മീഡിയത്തെ കുറിച്ച് പഠിക്കുക. അതേപോലെ തന്നെ ലൈറ്റിന് ശൂന്യതയിലൂടെയും സഞ്ചരിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ഓക്കെ, ഇനി മക്കളെ നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. എന്താ നമ്മുടെ ടോപ്പിക് നെയിം നോക്കിയേ, വായിച്ചു നോക്കിയേ. എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ പ്രകാശിക സാന്ദ്രത. നല്ല പേരാണ് അല്ലേ. അപ്പോൾ മക്കളെ ഇതെന്താണ് സംഗതി? വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും ഈ ചാപ്റ്ററിലില്ല. വളരെ ലഘുവായിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ മക്കളെ എല്ലാവരും ഈ ടേബിളിലേക്ക് നോക്കുക. നമ്മുടെ ചാപ്റ്ററിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ടേബിളാണ് ഇത് കേട്ടോ. മക്കളെ ശ്രദ്ധിച്ച് ഇവിടെ നോക്ക്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലേ, എയറിലൂടെ ലൈറ്റ് സഞ്ചരിക്കുന്ന സ്പീഡാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. മീഡിയം ഏതാണ്? നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള മാധ്യമങ്ങൾ തന്നെയാണ്. ഓരോ മീഡിയത്തിലൂടെയുമുള്ള ലൈറ്റിൻ്റെ സ്പീഡും വേഗതയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല മനസ്സിലാക്കാൻ. ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സംഗതി വരുന്നുണ്ട്, എന്താണെന്ന് പറഞ്ഞുതരാം മക്കളെ. ശ്രദ്ധിച്ചോ, ഇവിടെ എയറിലൂടെ ലൈറ്റ് സഞ്ചരിക്കുന്ന സ്പീഡ് എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഇത് പറയുമ്പോൾ കുട്ടികൾ ആലോചിക്കും, സാറേ എന്താണ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്? ഒന്നും മനസ്സിലാവില്ല സാറേ. പേടിക്കുന്ന മക്കളെ, ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെ 10⁸ ഉണ്ട്, ഇവിടെയും 10⁸, എല്ലാ സ്ഥലങ്ങളിലും 10⁸ ഉണ്ട്. അതൊരു ബുദ്ധിമുട്ടുള്ള ഒന്നല്ല, വളരെ സിമ്പിളാണ്. ഓക്കെ, എന്തായാലും ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെയൊക്കെ നോക്കി എയറിലൂടെയുള്ള വേഗത 3 × 10⁸, വാട്ടറിലൂടെ 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ്, ഗ്ലാസ്സിലൂടെയാണെങ്കിൽ 2 × 10⁸ മീറ്റർ/സെക്കൻഡ്, ഡയമണ്ടിലൂടെയാണെങ്കിൽ 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും വേഗതയിൽ ലൈറ്റ്, ഏറ്റവും സ്പീഡിൽ ലൈറ്റ് സഞ്ചരിക്കുന്നതിലൂടെയാണ്, എയറിലൂടെയാണ് അല്ലേ. ഇനി താഴേക്ക് വരുന്തോറും എന്ത് ചെയ്യാണ്, ലൈറ്റിൻ്റെ സ്പീഡ് കുറഞ്ഞു വരികയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡയമണ്ടിലൂടെയാണ് എന്ത്, ലൈറ്റ് ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ സഞ്ചരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാവും, എല്ലാ മീഡിയത്തിലൂടെയും ലൈറ്റ് ഒരേ വേഗതയിലല്ല സഞ്ചരിക്കുന്നത്. ഓരോ മീഡിയത്തിലൂടെയും ഓരോ വേഗതയിലാണ് എന്ത് ചെയ്യുന്നത്, ലൈറ്റ് സഞ്ചരിക്കുന്നത്. അപ്പം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓരോ മീഡിയത്തിനും അതിലൂടെ ഒഴുകുന്ന, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന, അല്ലെ അതിലൂടെ കടന്നു പോകുന്ന ലൈറ്റിൻ്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. സാറേ എന്താ സാറേ നിങ്ങൾ പറയുന്നത്, എന്താണ് സാറേ നിങ്ങൾ ഈ പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല, ആ കൺഫ്യൂഷൻ ആക്കല്ലേ സാറേ എന്ന് കുട്ടികൾ ചോദിക്കാറുണ്ട്. മക്കളെ സംഭവം ഒന്നുമില്ല. അതായത് ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ ചിന്തിക്കുക. അതായത് ഓരോ മീഡിയത്തിനും അതിലൂടെ ഫ്ലോ ചെയ്യുന്ന ലൈറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സ്പീഡ് അല്ലേ എയറിലൂടെ അല്ലേ, എങ്കിൽ
എയറിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ്. നേരെ വിപരീതമാണ് കേട്ടോ, ഓപ്പോസിറ്റാണ്. ഇനി ഡയമണ്ടിലൂടെ അല്ലേ ഏറ്റവും കുറഞ്ഞ വേഗതയിൽ ലൈറ്റ് സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡയമണ്ടിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കണം, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ സ്പീഡ് കുറവായിരിക്കും ലൈറ്റിന്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ സ്പീഡ് കൂടുതലായിരിക്കും. ഡെഫിനിഷൻ നോക്കാം മക്കളെ. ഡെഫിനിഷൻ നോക്കിയേ: ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദ മീഡിയം ഈസ് ഇറ്റ്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. കുഴപ്പമുണ്ടോ? അതിൻ്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണെന്ത്? നമ്മുടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിൻ്റെ കഴിവിനെ മാധ്യമത്തിൻ്റെ എന്തു പറയുന്നു? മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. കൺസെപ്റ്റ് ക്ലിയർ ആവുക. ഇനി മക്കളെ, എങ്ങനെയാണ് ഇവിടുന്ന് ചോദ്യങ്ങൾ വരിക? ഒന്ന്, ഈ ഒരു ഒപ്റ്റിക്കൽ ചിലപ്പോൾ ടേബിൾ തരും എക്സാമിന് കേട്ടോ. ഈ ടേബിൾ എന്നിട്ട് പറയും ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത് ആരാണ്, ഏറ്റവും കുറഞ്ഞ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പ്രകാശിക സാന്ദ്രത ഉള്ളത് ആരാണ്. എന്നിട്ട് ഇവയെ മക്കളെ ഇവിടെ നോക്കിയേ, ഇവിടെ ഏറ്റവും കുറവ് എയറിനാണ്, അടുത്ത കൂടുതൽ വാട്ടർ, ഗ്ലാസ്, ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത് ഡയമണ്ടിനാണ്. അപ്പോൾ ഇതിനെ അസെൻഡിങ് ഓർഡറിൽ, അത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാൻ പറയും. ചിലപ്പോൾ അതിൻ്റെ ഇതിന് മലയാളത്തിൽ പറയും ആരോഹണ ക്രമം എന്നാ അല്ലേ. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡിസെൻഡിങ് ഓർഡർ, അവരോഹണ ക്രമത്തിലൊക്കെ നമ്മൾ എന്ത് പറയും? എഴുതാൻ പറയും. നമുക്കപ്പോൾ എഴുതാം. ഇതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഒരു കുഴപ്പമില്ല, സിമ്പിളാക്കി നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. മക്കളെ ഇനി നോക്കുക. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് റിഫ്രാക്ഷൻ എന്താണെന്നുള്ളതാണ്, അപവർത്തനം എന്താണ് എന്നുള്ളതാണ്. അപ്പം മക്കളെ, അപവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് വലിയ കണ്ടന്റുകളൊന്നും ഇല്ല, നമുക്ക് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. മക്കളെ ഇവിടെ നോക്കുക, ഈ എല്ലാവരും ഈ ഫിഗറിലേക്ക് കൃത്യമായിട്ട് നോക്കുക കേട്ടോ. മക്കളെ നോക്കിയേ, ഇതേതാ മീഡിയം? എയർ എന്ന മാധ്യമം. ഇതേതാ മാധ്യമം? വാട്ടർ, ജലമെന്ന മാധ്യമം അല്ലേ. ബുദ്ധിമുട്ടുണ്ടോ? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഉടനെ എയറിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും വാട്ടറിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും സെയിം ആണോ? അല്ല സാറേ, വ്യത്യാസമുണ്ട്. നിങ്ങൾ പറയും അല്ലേ, സാറേ എയറിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും വാട്ടർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസമുണ്ട്. എയറിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവും, എയറിന് പ്രകാശിക സാന്ദ്രത കുറവും, വാട്ടറിന് അല്ലെ ജലത്തിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറച്ചും കൂടി കൂടുതലുമാണ് അല്ലേ. അപ്പം ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ രണ്ട് മീഡിയസിനും വ്യത്യാസമുണ്ട് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ മക്കൾ ശ്രദ്ധിച്ചോളൂ, ഈ ലൈറ്റ് റേ എന്ത് ചെയ്യും? ഇങ്ങനെ കടന്നിട്ട് പോവാണ് അല്ലേ. ഈ പോകുന്ന പോക്കിൽ ഈ ഈ എയറിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ല വാട്ടറിനുള്ളത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ മാറ്റം ഉള്ളത് കൊണ്ട് ഈ ലൈറ്റ് റേക്ക് എന്ത് ചെയ്യും? അതിൻ്റെ പാത്തിന് ചെറിയൊരു ഡീവിയേഷൻ സംഭവിക്കും. ഈ ഒരു ഫിനോമിനനാണ് എന്ത് മക്കളെ? റിഫ്രാക്ഷൻ. ഇത് വേറൊരു കണ്ടീഷൻ കൂടി ഉണ്ട്. ഈ ലൈറ്റ് റേ എങ്ങനെയാവണം എയറിൽ നിന്ന് വാട്ടറിലേക്ക് വന്ന് ഇൻസിഡന്റ് ചെയ്യേണ്ടത്, പതിക്കേണ്ടത് എന്നറിയോ? ഒബ്ലിക്വലി ആയിരിക്കണം. എന്ത് സാറേ? ഒബ്ലിക്വലി, ചെരിഞ്ഞായിരിക്കണം. അത് മനസ്സിലാക്കുക കേട്ടോ മക്കളെ. അപ്പോൾ ഈ ലൈറ്റ് റേ ചെരിഞ്ഞായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യേണ്ടത്. ഇത് നിർബന്ധമാണ്, ഇതിൽ മാറ്റമൊന്നും സംഭവിക്കില്ല. നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കുക, ചെറിയ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കാം. നോക്കി എന്താ പറയുന്നത് നോക്കി. വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്വലി ഫ്രം വൺ മീഡിയം ടു അനദർ, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക്, ഓഫ് ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ്, അതാണ് പോയിന്റ്. രണ്ടിൻ്റെയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, പ്രകാശിക സാന്ദ്രത സെയിം ആവാൻ പാടുണ്ടോ മക്കളെ? സെയിം ആവാൻ പാടില്ല. രണ്ടിനും രണ്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആവണം. എന്നിട്ട് പറയാണ്, ഇറ്റ് അണ്ടർഗോസ് എ ഡീവിയേഷൻ അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ദ മീഡിയംസ്. ദിസ് ഫിനോമിനൻ ഈസ് റിഫ്രാക്ഷൻ. സാറേ എന്താ സാറേ ഈ സർഫസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? ഞങ്ങൾക്ക് മനസ്സിലായില്ല സാറേ. മനസ്സിലാവും മക്കളെ ഇവിടെ നോക്കി, സർഫസ് ഓഫ് സെപ്പറേഷൻസ് ഓഫ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളുടെ വിഭജന തലം. എൻ്റെ സാറേ കൺഫ്യൂഷൻ ആക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ എയർ അല്ലേ, ഇവിടെ വാട്ടർ അല്ലേ. ഈ രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടാവില്ലേ? രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഇതല്ലേ രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലം. ഈ സ്ഥലത്തിന് ഈ ഡോട്ടഡ് ആയിട്ട് ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് മക്കളെ? സർഫസ് ഓഫ് സെപ്പറേഷൻ, മാധ്യമങ്ങളുടെ വിഭജന തലം. സിമ്പിൾ. നോക്കിയേ, മലയാളം കൂടി വായിച്ചു നോക്കാം.
ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു. ഈ പ്രതിഭാസമാണ് മക്കളെ എന്ത് അപവർത്തനം എന്ന് പറയുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും എവിടെയെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത് ചെരിഞ്ഞായിരിക്കണം. കണ്ടീഷൻ 1 ചെരിഞ്ഞായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഇതിൻ്റെ എയറിൻ്റെയും വാട്ടറിൻ്റെയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി സെയിം ആവാൻ പാടുണ്ടോ? ഇല്ല, വ്യത്യാസം ഉണ്ടാകണം. ഈ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രതിഭാസം എയർ വാട്ടർ ജോഡികളിൽ പെയറുകളിൽ മാത്രമേ സംഭവിക്കുള്ളൂ എന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണെങ്കിലും എയറിൽ നിന്ന് ഡയമണ്ടിലേക്കാണെങ്കിലും ഇനി ഗ്ലാസ്സിൽ നിന്ന് ഡയമണ്ടിലേക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാം. അതൊക്കെ അവിടെയൊക്കെ എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കാം. ഓക്കെ മക്കളെ, അടുത്ത ടോപ്പിക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് മക്കളെ, അടുത്ത ടോപ്പിക്ക്. അപ്പോൾ ഇതിന് പ്രത്യേകത ഉണ്ട്. ഇവിടെ കുറച്ച് കണക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ ചെറിയ കണക്കുകളാണ് കേട്ടോ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മക്കളെ, ഇതൊക്കെ സിമ്പിളാണ്. നമ്മൾ 9ാം ക്ലാസ്സിൽ ഫിസിക്സ് കൃത്യമായി പഠിച്ച് 10ലേക്ക് എത്തുന്നു. അവിടെ നമ്മൾ കൃത്യമായി പഠിച്ച് നല്ല മാർക്കോടുകൂടി ഫുൾ A+ കൂടി അവിടെ നിന്ന് പാസ്സാവുന്നു. പിന്നെ +1 +2 അല്ലേ, നമ്മുടെ ജീവിത വിജയം നമ്മൾ കരസ്ഥമാക്കണം അല്ലേ. നമ്മൾ നല്ല കുട്ടികൾ, നല്ല സ്വഭാവമുള്ളവരൊക്കെ ആയിത്തീരണം. ഓക്കെ, അങ്ങനത്തെ കുട്ടികളാണ് നിങ്ങൾ അല്ലേ മക്കളെ. അപ്പോൾ നോക്കിയേ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അതിന് ഡെഫിനിഷനൊക്കെ ഇവിടെ ഉണ്ട്, നമുക്കത് വായിക്കാം. എന്താണുള്ളത് വായിക്കാം. അതിന് മുമ്പ് ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്നുള്ളത്. മക്കളെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലൈറ്റിന് വാക്വത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയും അല്ലേ. അപ്പം ഏറ്റവും കൂടുതൽ വേഗതയിൽ ലൈറ്റ് സഞ്ചരിക്കുക ഇതിലൂടെയാണ്, വാക്വത്തിലൂടെയാണ്, ശൂന്യതയിലൂടെയാണ്. അപ്പോൾ ശൂന്യതയിലെ പ്രകാശവേഗവും, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ നമ്മളോട് പറയാണ്, ഇപ്പോൾ ഒരു കുട്ടി എന്നോട് പറയുന്നത്, സാറേ ഗ്ലാസിൻ്റെ അപവർത്തനാങ്കം കണ്ടുപിടിക്കൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാന്നറിയോ? ശൂന്യതയിലെ പ്രകാശവേഗവും ഗ്ലാസ്സിലൂടെയുള്ള പ്രകാശവേഗം ഉണ്ടല്ലോ, അതായത് വാക്വത്തിലൂടെ ലൈറ്റ് സഞ്ചരിക്കുന്ന സ്പീഡും അതേപോലെ ഗ്ലാസ്സിലൂടെ ലൈറ്റ് സഞ്ചരിക്കുന്ന സ്പീഡും തമ്മിലുള്ള റേഷ്യോ കണ്ടാൽ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടി. ഇനി വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണോ വേണ്ടതെങ്കിലോ ഇതേ ശൂന്യത, അതായത് നമ്മുടെ ഈ പറയുന്ന വാക്വത്തിലൂടെ സഞ്ചരിക്കുന്ന സ്പീഡും അതേപോലെ തന്നെ വാട്ടറിലൂടെ ലൈറ്റ് സഞ്ചരിക്കുന്ന സ്പീഡും തമ്മിലുള്ള റേഷ്യോ കാണും. അതാണ് എന്ത്? നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നോക്കിയേ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഈസ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. ഇത് മാറൂല കേട്ടോ. വാക്വത്തിലൂടെ സഞ്ചരിക്കുന്ന സ്പീഡും അതേപോലെ തന്നെ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയത്തിലൂടെ ലൈറ്റ് സഞ്ചരിക്കുന്ന സ്പീഡും തമ്മിലുള്ള റേഷ്യോ. നമുക്ക് ഏത് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണോ വേണ്ടത് അതിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡ് തമ്മിലുള്ള റേഷ്യോ നമ്മൾ കാണുക അല്ലേ. അതൊക്കെ നമുക്ക് പഠിക്കണം സാറേ, അത് മനസ്സിലാവണം സാറേ. ആ കൺഫ്യൂഷൻ അടിക്കേണ്ട, കണക്ക് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആവും. ഓക്കെ മക്കളെ നോക്കിക്കേ, മലയാളം നോക്കിയേ. പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആ മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കം. വളരെ സിമ്പിൾ ടോപ്പിക്കാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒന്നുമില്ല. നോക്കിയേ മക്കളെ, ഇനി അതിൻ്റെ ഇക്വേഷനാണ് കേട്ടോ. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ സ്മോൾ ലെറ്റർ n കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അതിൻ്റെ ഇക്വേഷൻ നോക്കി, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വത്തിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡ് ഡിവൈഡഡ് ബൈ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. അതിനെ v കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മുകളിൽ c കൊണ്ടും താഴെ v കൊണ്ടാണ്. അപ്പോൾ മക്കളെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇവിടെ കൊടുക്കുക ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം എന്നതിനു പകരം ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ ഗ്ലാസ്. ഇനി വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെന്നുണ്ടെങ്കിലോ അപവർത്തനാങ്കമാണെന്നുണ്ടെങ്കിലോ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ വാട്ടർ എന്ന് കൊടുക്കും. അപ്പം എവിടെ മാറ്റമില്ലാത്ത? ഇവിടെ മാറ്റം ഉണ്ടാവുമോ? നോക്കിയേ, ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം ഡിവൈഡഡ് ബൈ മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം. ഓക്കെ, ഏതു മാധ്യമത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണോ വേണ്ടത് അതാണ് എന്ത്? v. മക്കളെ, ഇക്വേഷൻ നോക്ക്, n = c/v. ഇനി ഒരു കോൺസ്റ്റന്റ് പറയാൻ പോവാണ്. എന്താ മക്കളെ കോൺസ്റ്റന്റ്? അപ്പോൾ കുട്ടി തിരിച്ചു വയ്ക്കും, എന്താ സാറേ കോൺസ്റ്റന്റ് പറഞ്ഞാൽ അറിയാത്തവരുണ്ടാവാട്ടോ, പ്രശ്നമുള്ള കാര്യമല്ല. കോൺസ്റ്റന്റ് പറഞ്ഞാൽ ഒരു സ്ഥിരമായ ഒരാളുണ്ട്. ആ സ്ഥിരമായ ആളാരാ?
ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അതെല്ലായിടത്തും എല്ലാ ഇക്വേഷനിലും എല്ലാ കണക്ക് ചെയ്യുമ്പോഴും ഇതിലും മാറ്റമല്ല, അതിൻ്റെ വാല്യൂവിലും മാറ്റമല്ല. അതെത്രയാണ് മക്കളെ? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. മറന്നു പോകാൻ പാടുണ്ടോ? മറന്നു പോകാൻ പാടില്ല. ഓക്കെ, നോക്കൂ മക്കളെ. അപ്പൊ ശൂന്യതയിലുള്ള പ്രകാശത്തിന്റെ വേഗം 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കണം, എന്താ ചോദിക്കേണ്ടത്? അല്ല സാറേ, ഈ എയറിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡും 3 × 10⁸ മീറ്റർ/സെക്കൻഡ് തന്നെ അല്ലേ? ആണ്, മാറ്റല്ല. ശരിക്കും പറയാം മക്കളെ, വാക്വത്തിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡാണെന്ത്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. പക്ഷേ നമുക്ക് എയറിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡും തന്നില്ല എത്ര തന്നെയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് തന്നെയാണ്. ശരിക്കും അതല്ല അക്യുറേറ്റ് വാല്യൂ, കൃത്യമായ വില അതല്ല. പക്ഷേ നമ്മൾ ചെറിയ കുട്ടികളാണ്, ചെറിയ മക്കളല്ലേ നമ്മൾ. അതുകൊണ്ട് നമുക്ക് കണക്ക് ചെയ്യാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? എയറിലൂടെയുള്ള വേഗവും 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആയിട്ട് തന്നിട്ടുള്ളത്. അത് നമ്മൾ മനപ്പാടാക്കുക. ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. ഇനി മക്കളെ ശ്രദ്ധിച്ചേ, ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇക്വേഷൻ കൂടി പഠിക്കണം. നോക്കി മക്കളെ ശ്രദ്ധിക്കുക. N = C/V എന്ന ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് അതിൻ്റെ കൂടെ വിന്റെ ഇക്വേഷൻ കൂടി പഠിക്കണം. എന്താ വിന്റെ ഇക്വേഷൻ? V = C/N ആണ്. അപ്പം സാറേ എന്തിനാ ഇക്വേഷൻ പഠിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്ക് ചില ചോദ്യങ്ങളിൽ n തരും. നോക്കുക, ഡിസ്പ്ലേക്ക് നോക്കുക, സ്ക്രീനിലേക്ക് നോക്കുക. n തരും, സിയും തരും. അതായത് n എന്ന് പറയുന്നത് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം തരും. അതേപോലെ തന്നെ നമുക്കത് അറിയുന്ന വാല്യൂ ആണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, ശൂന്യതയിലൂടെയുള്ള പ്രകാശ വേഗവും തരും. അപ്പം ഇത് രണ്ടും കഴിഞ്ഞിട്ട് അവർ ചോദിക്കുക വിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. നമുക്ക് കണക്കിലേക്ക് വരും, ഒന്ന് ക്ലിയർ ആവും. അപ്പൊ ആ സമയത്ത് നമുക്ക് വി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ വേണം. V = C/N. V = C/N. N = C/V. ഇതിങ്ങനെ മാറി പഠിച്ച് തലച്ചോൽ ഉറപ്പിച്ചോ, അല്ല സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചോ. എപ്പോൾ ചോദിച്ചാലും നമുക്ക് എന്തെങ്കിലും ഉത്തരം കിട്ടണം, അറിയണം. ഓക്കെ, കണക്കിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ചോദ്യം എന്താ മക്കളെ? ഫൈൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ. വായുവിന്റെ അപവർത്തനാങ്കം കണ്ടെത്തുക. സിമ്പിൾ ആണ്. ഞാൻ ഈ ചോദ്യം കൊടുത്തപ്പോൾ കുട്ടികൾ എന്ത് ചെയ്തു? ഫാസ്റ്റ് ആയിട്ട് ചെയ്തതിന്റെ ഉത്തരം എനിക്ക് പറഞ്ഞു. സാറേ ഉത്തരം സാറേ, നോക്ക് സാറേ, ടിക്ക് സാറേ. യെസ്, അത്രയും സിമ്പിൾ ആണ്. നോക്ക് മക്കളെ, വായുവിന്റെ അപവർത്തനാങ്കം കണ്ടെത്തണം. അപ്പൊ എങ്ങനെയാണ് കണ്ടെത്തുക മക്കളെ? ഇക്വേഷൻ എഴുതണം അല്ലെ? എന്താ നമ്മുടെ ഇക്വേഷൻ? അതായത് അപവർത്തനാങ്കം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ ഫസ്റ്റ് എഴുതുക. N = C/V. N = C/V. നമുക്ക് സിയുടെ വാല്യൂ അറിയാം അല്ലെ? എത്ര മക്കളെ സിയുടെ വാല്യൂ? സി എന്ന് പറയുന്നത് എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. പ്രശ്നമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ഞാൻ ആ രഹസ്യം പുറത്തു വിടുകയാണ് അല്ലെ? എന്താണ് 10⁸ മീറ്റർ/സെക്കൻഡ്? പല കുട്ടികളും സാറേ 10⁸ മീറ്റർ/സെക്കൻഡ് സാറേ, വല്ലാത്ത ഇടങ്ങേറ് സാറേ. ഇടങ്ങേറൊന്നുമില്ല മക്കളെ. ഈ 10⁸ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. അതായത് 10⁸, 3 × 10⁸ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ചുരുക്കി എഴുതിയതാണ്. എന്ത്? 3 × 10⁸. നമ്മൾ വിശാലമാക്കി എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതണം. അങ്ങനെ അറിയാം നോക്ക് മക്കളെ, ഒരു മൂന്നും അതിൻ്റെ കൂടെ 8 പൂജ്യവും 1 2 3 4 5 6 7 8 മീറ്റർ/സെക്കൻഡ്. ഇതാണ് സംഗതി മക്കളെ. ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ എഴുതുന്നതാണോ സുഖം? ഇതല്ലേ സുഖം? നമ്മൾ ഈ എഴുതിയതല്ലേ സുഖം? ഇതാണ് സുഖം അല്ലേ? അതുകൊണ്ടാണ് നമ്മളെ മാത്സ് സഹായിക്കുകയാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? അതൊന്നും നമുക്കൊരു പ്രശ്നമായിട്ടൊന്നും വരുന്ന ഒരു ഭാഗമേ അല്ല. അതുകൊണ്ട് നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും സി എഴുതി. സിയുടെ വാല്യൂ നമ്മൾ എഴുതി. സിയുടെ വാല്യൂ എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഇനി നമ്മൾ ആരുടെ അപവർത്തനാങ്കമാണ്, ആരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എയറിന്റെ സാറേ അല്ലേ? വായുവിൻ്റെ കണ്ടുപിടിക്കണ്ടേ? എങ്കിൽ വായുവിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് എത്രയാ? വി എത്രയാ? വി എന്ന് പറയുന്നു സാറേ 3 × 10⁸ അല്ലേ? ആണ് മക്കളെ, അത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പൊ രണ്ട് വാല്യൂയും കിട്ടി നമുക്ക്. സിയുടെ വാല്യൂയും കിട്ടി, വിയുടെ വാല്യൂവും കിട്ടി. കണക്കു ചെയ്യാം. ഇവിടേക്ക് വരിക. N = C എന്ന് പറയുന്നത് 3 × 10⁸. വി എന്ന് പറയുന്നത് 3 × 10⁸ അല്ലേ?
ഓക്കെ അല്ലേ? അപ്പം നമ്മളത് ചെയ്യേണ്ടത്, ഇനി കണക്ക് എങ്ങനെ ചെയ്യും സാറേ? ഈ 10⁸8 അത് എങ്ങനെ ചെയ്യും? ഞങ്ങളൊക്കെ എങ്ങനെ ചെയ്യാനാ സാറേ? നിങ്ങൾ ചെയ്യും. LKG കുട്ടി വരെ വേണം ചെയ്യുന്നിട്ടല്ലേ മക്കളെ? നോക്കിക്കോ, ഈ 10⁸8 കട്ട് ചെയ്യാം. മുകളിൽ താഴെയും 10⁸8 ഇല്ലേ? കട്ട് ചെയ്ത് കളഞ്ഞൂടെ? ഇനി ഇവിടെ 3 ഉണ്ട്, താഴെയും 3 ഉണ്ട്, അതും കട്ട് ചെയ്ത് കളയാം. അപ്പൊ ആരാ ഉണ്ടാവുക? ആരാ മക്കളെ ഉണ്ടാവുക? ആരേ ഉണ്ടാവുള്ളൂ? ഒന്ന് മാത്രല്ലേ ഉണ്ടാവുള്ളൂ മക്കളെ. അപ്പൊ അതിന്റെ ആൻസർ എന്താ? n = 1 ആൻസർ. യെസ്, വെരി സിമ്പിൾ, വെരി വെരി സിമ്പിൾ. 2 മാർക്ക് കിട്ടിയില്ലേ? സിമ്പിളായി കിട്ടിയില്ലേ മക്കളെ? നോക്ക്, ഇനി ഇങ്ങനെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ യൂണിറ്റ് എഴുതണോ മക്കളെ? യൂണിറ്റ് എഴുതേണ്ട കാരണം എന്തറിയോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം എന്ന് പറയുന്ന ഇയാൾക്ക് എന്തില്ല മക്കളെ? യൂണിറ്റ് ഇല്ല. യൂണിറ്റ് ലെസ് ആണ്. യൂണിറ്റ് ഇല്ലാത്ത ഒരാളാണ് ആര്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അഥവാ അപവർത്തനാങ്കം. ഓക്കെ ആണോ? ഇനി യൂണിറ്റ് എഴുതാത്തതിന്റെ പേരിൽ മാർക്ക് പോകില്ല. പലപ്പോഴും അത് സംഭവിക്കാറുണ്ട്. ഇപ്പം ഞാനൊക്കെ യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ മാർക്ക് കുറയ്ക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അശ്രദ്ധ മൂലം വിടുന്നൊരു കാര്യമാണ്. അപ്പോൾ അശ്രദ്ധ മൂലം വിടണ്ട, അവർ കൃത്യമായി പഠിക്കട്ടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? യൂണിറ്റ് എഴുതി 2 മാർക്കിന് ചോദ്യമാണെങ്കിൽ 1.5 മാർക്ക് യൂണിറ്റ് എഴുതിയിൽ കൊടുക്കുള്ളൂ, ഉത്തരം ശരിയാണെങ്കിലും. ഓക്കെ മക്കളെ, അപ്പോൾ ഇവിടെ യൂണിറ്റ് ഇല്ല. യൂണിറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. n = വെറും 1 എന്ന് എഴുതി വെച്ചാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണണം അല്ലെ? നേരെ എന്ത് ചെയ്യുക? ഇക്വേഷൻ മക്കളെ എഴുതുക. ഇക്വേഷൻ എന്താ? n = C/V. ഇനി സി എത്രയാ മക്കളെ? സി എത്രയാണ്? 3 × 10⁸8 മീറ്റർ/സെക്കൻഡ്. തൽക്കാലം ഞാൻ എഴുതുന്നില്ല കേട്ടോ. ഇനി വി എത്രയാണ് മക്കളെ? വി, അതായത് ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ഗ്ലാസ്, അതായത് ഗ്ലാസ്സിലൂടെയുള്ള പ്രകാശവേഗമാണ് അല്ലേ? അത് എത്രയാ മക്കളെ വരിക? 2 × 10⁸8 മീറ്റർ/സെക്കൻഡ് ആണ് വരിക കേട്ടോ മക്കളെ. നല്ലോണം ശ്രദ്ധിക്കുക. ഇനി മക്കളെ ഇതെങ്ങനെയാണ് ചെയ്യുക? n = C/V ആണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ മക്കളെ നല്ല ശ്രദ്ധിക്കുക. n = C/V അല്ലേ? അപ്പം 3 × 10⁸8 ഡിവൈഡ് ബൈ 2 × 10⁸8 ഇങ്ങനെയല്ലേ വരിക? നമുക്കത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഈ 10⁸8 ഈ 10⁸8 കട്ട് ചെയ്യുക. നമ്മളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, അത് കട്ട് ചെയ്യണേ. കാരണം ഒരേ വാല്യൂ മുകളിലും താഴെയും വരികയാണെങ്കിൽ കട്ട് ചെയ്തൂടെ? ഇനിയുള്ളത് ആരൊക്കെയാ? 3/2 മക്കളെ. എത്രയാണ് 3/2? നല്ല ചോദിക്കേ. n = 3/2. 3/2 എത്രയാണ്? 1.5 ആണ്. എത്രയാണ് മക്കളെ? 1.5. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 1.5 ആണ്. ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടിന്റെ ആവശ്യമില്ല. വളരെ സിമ്പിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുക മക്കളെ. ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട്, നോക്കിയേ, ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കം തന്നിട്ടുണ്ട് അല്ലേ? വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് പാസസ് ത്രൂ ഇറ്റ്? സ്പീഡാ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സ്പീഡാ കാണേണ്ടത്. നോക്കിയേ, വജ്രത്തിന്റെ അപവർത്തനാങ്കം 2.4 ആണ്. വജ്രത്തിലൂടെയുള്ള പ്രകാശവേഗം എത്രയായിരിക്കുമെന്നാണ് ചോദിക്കുന്നത് മക്കളെ. അവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? പ്രകാശവേഗമാണ് കാണേണ്ടത് അല്ലേ? വെലോസിറ്റി ആണ്. അപ്പൊ നമുക്ക് അറിയാം, നമ്മുടെ ഇക്വേഷൻ അല്ലേ? നമ്മുടെ ഇക്വേഷൻ എന്താ? ഇക്വേഷൻ മക്കളെ v = C/N ആണ് അല്ലേ? v = C/N. വെലോസിറ്റിയുടെ ഇക്വേഷൻ അതാണ് അല്ലേ? അപ്പൊ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? v = C എത്രയാ മക്കളെ? സി എത്രയാ? സി കോൺസ്റ്റന്റ് ആയുള്ള വാല്യൂ അല്ലേ? അതിൽ മാറ്റം ഉണ്ടാവോ? സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ വാക്വം അല്ലേ? അതായത് ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗത അല്ലേ? അപ്പൊ അത് എത്ര എഴുതേണ്ടത്? 3 × 10⁸8 ഡിവൈഡഡ് ബൈ n എത്രയാ? 2.4 അല്ലേ? ഡയമണ്ട് റിഫ്രാക്ട് 2.4 അല്ലേ? 2.4. ഓക്കെ, ഇതെങ്ങനെ ചെയ്യുക? വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഡൗട്ട് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 × 10⁸8 ഒക്കെ വന്നു കഴിഞ്ഞാൽ 2.4 വന്നു കഴിഞ്ഞാൽ, ഒന്ന് 10⁸8 കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്താ? ഡെസിമൽ നമ്പർ കൂടിയാണ്. അപ്പോൾ ആ ഡെസിമൽ നമ്പർ മക്കളെ ചെയ്യേണ്ടതെന്നറിയോ?
തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുക, ഈ 10⁸ മാറ്റിക്കുക. നമ്മൾ എന്ത് ചെയ്യുക, വെറുതെ 3/2.4 ചെയ്യുക. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരുന്നത്. ഇത് മാത്സ് ആണ്. നമുക്ക് രണ്ട് രൂപത്തിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് ഈ 2.4നെ നാച്ചുറൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട്, ഞാൻ 3 നാച്ചുറൽ നമ്പർ ആണ്, അതുകൊണ്ട് തന്നെ 2.4നെ നാച്ചുറൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്ത് അങ്ങനെ ചെയ്യാം. എന്തായാലും 3/2.4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1.25 ആയിരിക്കും. എത്രയായിരിക്കും? 1.25 ആയിരിക്കും. ഞാൻ പറഞ്ഞു എന്ത്, ഇതിനെ മാറ്റി വെക്കാൻ പറഞ്ഞില്ലേ. ഇത് ചെയ്തതിനു ശേഷം ഇതിൻ്റെ ബാക്കിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, 10⁸ ഇട്ടെടുത്താൽ മതി. 1.25 × 10⁸ യൂണിറ്റ് എന്താ? മീറ്റർ/സെക്കൻഡ്. ഇതാണ് ആൻസർ മക്കളെ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. VC അപ്പോൾ ചെയ്ത രൂപം ഒന്നുകൂടി പറയാം. VC = C/N ആണ്. V കാണാനുള്ള ഇക്വേഷൻ. അവിടെ C നമുക്കറിയാം 3 × 10⁸ ആണ്. N എന്നുള്ളത് 2.4 ആണ്. അത് നമ്മൾ എഴുതി. നമ്മളെന്താ ചെയ്ത് 10⁸ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചു. എന്ത് ചെയ്തു? 3/2.4 ചെയ്തു. 3/2.4 ചെയ്യുകയാണെങ്കിൽ 1.25 ആണ് ആൻസർ വരിക. ഇത് എന്ത് ചെയ്തു? അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? മാറ്റി വെച്ചിട്ടുള്ള 10⁸ ഇട്ടു, യൂണിറ്റ് ഇട്ടു, മീറ്റർ/സെക്കൻഡ്. ബുദ്ധിമുട്ടുണ്ടോ? ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടും ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും? സുഖമായിട്ട് മാറും. ഇനി 4ാമത്തെ ചോദ്യം നോക്കുക മക്കളെ. ഹൗ ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് റിലേറ്റഡ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? അല്ലേ, പ്രകാശവേഗം അപവർത്തനാങ്കവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പം ഈ ടേബിളിലേക്ക് നോക്കുക മക്കളെ. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കം എത്രയാ? 1 ആണ്. അല്ലേ, വാട്ടറിൻ്റെ 1.33 ആണ്. നമുക്കറിയാം ചോദ്യം എന്താണ്? സ്പീഡും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തമ്മിലുള്ള റിലേഷനാണ്. അല്ലേ, അപ്പോൾ താഴേക്ക് പോകുന്നത് നമുക്കറിയാം. താഴേക്ക് പോകുന്തോറും എന്ത് ചെയ്യും? ലൈറ്റിൻ്റെ സ്പീഡ് കുറയാണ് ചെയ്യുക. അല്ലേ, ഏറ്റവും സ്പീഡ് കുറഞ്ഞ ആളാരാ? ഉറപ്പുള്ള കാഠിന്യമേറിയ ഡയമണ്ട് ആണ്. അല്ലേ, അപ്പം താഴേക്ക് പോകുന്തോറും എന്ത് ചെയ്യും? സ്പീഡ് കുറഞ്ഞു വരിക. പക്ഷേ ഒരാൾ കൂടുന്നുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ സൈഡിൽ എഴുതിയതൊക്കെ എന്തറിയോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കേട്ടോ, അപവർത്തനാങ്കമാണ്. അപ്പോൾ മക്കളെ നോക്കിയേ, ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാ? 2.4. 2.4. എന്നാൽ ഏറ്റവും സ്പീഡ് കൂടി ലൈറ്റിന് ഏറ്റവും സ്പീഡ് കൂടിയ എയറിലൂടെയുള്ള വേഗത എത്രയാ? 1 ആണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അതായത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയത് എന്താണ്? അതായത് അപവർത്തനാങ്കം കൂടുതലുള്ള മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും. അതല്ലേ മക്കളെ കൺസെപ്റ്റ്? ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ലെസ് ഇൻ എ മീഡിയം ഓഫ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആർക്കാണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ, അയാളിലൂടെയുള്ള പ്രകാശവേഗം എന്തായിരിക്കും? കുറവായിരിക്കും. എക്സാമ്പിൾ ചോദ്യം ചോദിക്കുന്നത് നോക്കിയേ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2ഉം വേറൊരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 5ഉമാണെന്ന് കരുതിയാൽ മതി. അയ്യോ സാറേ, 2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മീഡിയം ഏതാണ്, 5 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ടുള്ള മീഡിയം ഏതാണെന്ന് ചോദിക്കേണ്ട. തൽക്കാലം എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഒരു മീഡിയത്തിൻ്റെ അപവർത്തനാങ്കം 2ഉം വേറൊരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 5ഉമാണ് എങ്കിൽ മക്കളെ എക്സാമിൽ ചോദിക്കുകയാണ്, ഇത് 1ാമത്തെ മീഡിയം വിചാരിച്ചോ, ഇത് 1ാമത്തെ മീഡിയം, ഇത് 2ാമത്തെ മീഡിയം എന്ന് വിചാരിക്കുക. എങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, ഇത് 2ാമത്തെ മീഡിയം കേട്ടോ, ഇത് 1, ഇത് 2ാമത്തെ. എങ്കിൽ 1ാമത്തെ മീഡിയത്തിനാണോ 2ാമത്തെ മീഡിയത്തിനാണോ പ്രകാശവേഗത കൂടുതൽ? ആർക്കാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ്? അപവർത്തനാങ്കം ആർക്കാ കുറവ്? അയാൾക്കാണ് എന്ത് കൂടുതൽ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അയാളിലൂടെയാണ് എന്ത്? പ്രകാശവേഗത കൂടുതൽ. അപ്പോൾ 2നാണ് എന്ത് കൂടുതൽ മക്കളെ? പ്രകാശവേഗത കൂടുതൽ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഈ ടേബിൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോജിക്കലി നമുക്ക് എന്ത് ചെയ്യും? കാര്യങ്ങൾ കത്തും. ഓക്കെ ആണോ? നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോവാണ്. നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. എല്ലാം പ്രധാനപ്പെട്ട ഭാഗം, ഇത് വേറൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക. ഇവിടെ നോക്ക്, മുകളിൽ എയർ, താഴെ വാട്ടർ. പ്രശ്നമുണ്ടോ? അപ്പോൾ ഇവിടെ ലൈറ്റർ എങ്ങനെയാണ് പോകുന്നത്? ലൈറ്റർ പോകുന്നത് എയറിൽ നിന്ന് വാട്ടറിലേക്കാണ്. ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുന്നത് മക്കളെ, ഈ ലൈറ്റർ പോയിട്ട് അല്ലേ ഇൻസിഡൻറ്റ് ചെയ്തു. ഒരു പോയിന്റിലേക്കാണ് ഇൻസിഡൻറ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് ചെയ്ത ലൈറ്ററേക്ക് ഒരു പേരുണ്ട്. നമ്മൾ തൽക്കാലം ഇതിന് പേര് കൊടുത്തു. ഇവിടെ എ എന്നും
ഇവിടെ വന്നു പതിച്ച ആ എൻഡിന് ഒ എന്നും പേര് കൊടുത്തു. അപ്പം അങ്ങനെയാണെങ്കിൽ AO എന്ന് പറയുന്നത് എന്താ? ഇൻസിഡന്റ് റേ അഥവാ പതനരശ്മി. ഇനി ഈ ലൈറ്റ് എന്ത് ചെയ്യാണ്? ഇവിടെ നിന്ന് ഇവിടേക്ക് മൂവ് ചെയ്യാണ് അല്ലേ? അപ്പം ആ ലൈറ്റ് OB ആണ് പേര് കൊടുത്തത്. OB എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റഡ് റേ, അപവർത്തന രശ്മി. എന്തിനു ബുദ്ധിമുട്ടുണ്ടോ? ഇത് ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റ് ചെയ്ത റേ, റിഫ്രാക്റ്റഡ് റേ. ഇനി മക്കളെ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഐ മാറുന്ന കാണുന്നുണ്ടല്ലോ, അതെന്താ സംഗതി? എന്താ? ഈ ലൈറ്റ് പോയിട്ട് ഇൻസിഡന്റ് ചെയ്തു അല്ലേ? ഇൻസിഡന്റ് ചെയ്ത് എവിടെയായിരിക്കും? സെപ്പറേഷൻ ഓഫ് മീഡിയത്തിലല്ലേ? മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തു? അതിലൂടെ ഒരു നോർമൽ ലൈൻ വരച്ചു. എന്താണ് ഈ നോർമൽ ലൈൻ? നോർമൽ ലൈൻ എന്ന് പറഞ്ഞാൽ മക്കളെ ലംബരേഖ. അപ്പൊ എന്താ ലംബരേഖ? ലംബരേഖ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആംഗിളിൽ വരയ്ക്കുന്ന ലൈനാണെന്ത്? രേഖയാണെന്ത്? നോർമൽ ലൈൻ മക്കളെ. അതായത് ഈ മീഡിയം ഓഫ് സെപ്പറേഷൻ ഉണ്ടല്ലോ, ഇതിന് 90 ഡിഗ്രി ആംഗിളിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ലൈൻ വരയ്ക്കുകയാണ്. ആ ലൈൻ കടന്നു പോവുക ഈ പോയിന്റിലൂടെ ആയിരിക്കും. ആ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്തിട്ടുള്ള ആ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലൂടെ ആയിരിക്കും നമ്മൾ ആ നോർമൽ ലൈൻ വരയ്ക്കുക. ഇനി ഈ നോർമൽ ലൈനും ഈ ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിൾ ആണെന്ത്? ഐ എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതാണെന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അഥവാ പതനകോൺ. ഇനി മക്കളെ ഇവിടെ നോക്ക്, ഇവിടെ 6 കാണുന്നില്ലേ? അതായത് ഈ നമുക്കറിയാം ഈ ലൈറ്റ് എന്ത് ചെയ്തു? അതിന് ഡീവിയേഷൻ സംഭവിക്കും അല്ലേ? അപ്പം ഈ റിഫ്രാക്റ്റർ റേയും ഈ നോർമൽ ലൈനും തമ്മിലുള്ള ആംഗിൾ ആണെന്ത്? ആംഗിൾ ആർ. അതെന്താ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അഥവാ അപവർത്തന കോൺ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടിന്റെ ആവശ്യമില്ല. നോക്കിയേ, ഇതെന്താണ്? ഇൻസിഡന്റ് റേ, പതനകോൺ. ഇതെന്താണ്? റിഫ്രാക്റ്റർ റേ, അപവർത്തന കോൺ. ഈ നോർമൽ ലൈനും ഇൻസിഡന്റ് റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, പതനകോൺ അല്ലേ? ഇനി ഇവിടെ റിഫ്രാക്റ്റർ റേയും നോർമൽ ലൈനും തമ്മിലുണ്ടാക്കുന്ന കോൺ എന്താ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈ പോയിന്റുകൾ നമുക്കൊരു ഇങ്ങനെയുള്ള റേ ഡയഗ്രം വരയ്ക്കുന്ന സമയത്ത്, ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഇതൊക്കെ അടയാളപ്പെടുത്താൻ പഠിച്ചിരിക്കണം. ഇനിയാണ് വേറൊരു ഭാഗത്തിലേക്ക് കടക്കുന്നത്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് വരുന്ന ഭാഗങ്ങൾ മാത്രമേ ചർച്ച ചെയ്യുള്ളൂ കേട്ടോ. എല്ലാം കൂടി വാരി വരച്ച് നിങ്ങൾക്ക് തരില്ല. മക്കളെ ശ്രദ്ധിക്കുക, നല്ലോണം ശ്രദ്ധിക്കുക. 2 ചിത്രങ്ങളുണ്ട് അല്ലേ? ഒന്നാമത്തെ ചിത്രം ഇതാണ്, രണ്ടാമത്തെ ഇതാണ് അല്ലേ? മക്കളെ ഇവിടെ നോക്കിയേ, നല്ലോണം ശ്രദ്ധിച്ചേ. ആദ്യത്തെ ഫിഗർ കണ്ട നിങ്ങൾ, എയറിൽ നിന്ന് വാട്ടറിലേക്കാണ് ലൈറ്ററെ പോവുക അല്ലേ? അപ്പോൾ എയറിൽ നിന്ന് തൽക്കാലം ഈ ചിത്രങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അങ്ങോട്ട് നോക്കുക കേട്ടോ. എയറിൽ നിന്ന് വാട്ടറിലേക്ക് ലൈറ്റർ പോകുന്നു. മക്കളെ നോക്കിക്കേ, ലൈറ്റർ എങ്ങനെ പോവുകയാണ് അല്ലേ? എന്താ ഈ മഞ്ഞ ഡോട്ട്, യെല്ലോ കളർ ഡോട്ട് ഇട്ട് എന്താ? ഈ ലൈറ്ററേക്ക് ഡീവിയേഷൻ ഒന്നും സംഭവിക്കാതെ നേരെ പോകുമായിരുന്നെങ്കിൽ അതിങ്ങനെ പോകുമായിരുന്നു. പക്ഷെ നേരെ പോകില്ലല്ലോ, റിഫ്രാക്ഷൻ സംഭവിക്കും. കാരണം എയറിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും വാട്ടറിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലും മാറ്റമുണ്ട് അല്ലേ? പ്രകാശിക സാന്ദ്രതയിൽ മാറ്റമുള്ള 2 മാധ്യമങ്ങളാണ് വായുവും ജലവും അല്ലേ? അപ്പോൾ നോക്ക്, ഈ ലൈറ്ററെ അല്ലേ ശരിക്കു പോകേണ്ട പാതയുടെയും താഴ്ഭാഗത്ത് കൂടെ അല്ലേ പോയത്? ആണോ അല്ലേ? അതെ, ആണ്. എങ്കിൽ രണ്ടാമത്തെ ഫിഗറിലേക്ക് നോക്കിയേ. ഇവിടെ പെയർ എന്ന് പറയുന്നത്, ജോഡികൾ എന്ന് പറയുന്നത് വാട്ടറും എയറുമാണ് അല്ലേ? അതായത് ഇതിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലും ഇതിന് കുറവുമാണ്. ഇവിടെ നേരെ തിരിച്ചാ, ഇതിനാണ് കുറവ്, ഇതിനാണ് കൂടുതൽ. ഇവിടെ നേരെ തിരിച്ചാണ്, ഇതിനിവിടെ കൂടുതലും ഇവിടെ കുറവുമാണ് അല്ലേ? അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് സംഭവം? മക്കളെ ഇവിടെ നോക്ക്, ഇവിടെ ഈ ലൈറ്റ് നേരെ പോകുമായിരുന്നെങ്കിൽ ഈ യെല്ലോ ആയിട്ടുള്ള ലൈനിലൂടെ എങ്ങനെ പോകണമായിരുന്നു? അങ്ങനെയാണോ പോയേ? ഇതിൻ്റെയും ഈ യെല്ലോ ലൈനിൻ്റെയും മുകളിലൂടെ പോയി. ഇവിടെയാണെങ്കിൽ യെല്ലോ ലൈനിൻ്റെയും താഴത്തു കൂടെ പോയി. അതെന്താ സാറേ അങ്ങനെ പോവാൻ കാരണം? അങ്ങനെ പോകാനുള്ള കാരണമുണ്ട് മക്കളെ. കാരണം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒപ്റ്റിക്കലി റെയറർ മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് റേ പോകുന്നത്. മാറരുത്, ചിന്തിക്കുക. ഒപ്റ്റിക്കലി റെയറർ മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ എയറിൽ നിന്ന് പ്രകാശിക സാന്ദ്രത
കൂടിയ വാട്ടറിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ശരിക്കു പോകേണ്ടതിൻ്റെയും താഴ്ഭാഗത്ത് കൂടിയാണ് എന്ത് ചെയ്യുക, റിഫ്രാക്റ്റഡ് റേ കടന്നു പോവുക. ഇനി ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്ക്, ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കലി റയറർ മീഡിയത്തിലേക്ക്, അല്ലെ, പ്രകാശിക സാന്ദ്രത കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കാണ് ലൈറ്റ് റേ പോകുന്നത്. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ലൈറ്റ് റേ ശരിക്കു പോകേണ്ടതിൻ്റെയും മുകളിലൂടെ കടന്നു പോകും. ഇതാണ് മാറ്റം മക്കളെ, ഇതാണ് മാറ്റം. അപ്പോൾ ഇവിടെ നമ്മളൊരു പേര് പറയും, ശ്രദ്ധിക്കുക. ഇവിടെ നമ്മളൊരു പേര് പറയും, ടുവേർഡ്സ് നോർമൽ. മക്കളെ, ഈ ഒരു ലംബരേഖയ്ക്ക് അടുത്തേക്ക് വരില്ല ചെയ്തേ, ടുവേർഡ്സ് നോർമൽ അല്ലേ. ഇവിടെയാണെങ്കിലോ എവേ ഫ്രം ദ നോർമൽ, അതായത് ഈ നോർമൽ ലൈനിൽ നിന്നും ഈ ഒരു റിഫ്രാക്റ്റർ എന്ത് ചെയ്തു, അകന്നു. ഇവിടെ അകന്നു, ഇവിടെയാണെങ്കിലോ അടുത്തു. അത് നമ്മൾ ഇവിടെ ഇത്തെ കേസിൽ പറയാ റിഫ്രാക്റ്റഡ് റേ. നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ, റിഫ്രാക്റ്റഡ് റേ ടുവേർഡ്സ് നോർമൽ. ഇവിടെയാണെങ്കിൽ റിഫ്രാക്റ്റർ റേ എവേ ഫ്രം ദ നോർമൽ, അതായത് അപവർത്തന രശ്മി ലംബത്തിലേക്ക് അടുത്തു. ഇവിടെയാണെങ്കിൽ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകന്നു. ഇതാണ് പറയേണ്ടത്. ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ നമ്മളിത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ എഴുതി നോക്കിയേ, ഫ്രം ഒപ്റ്റിക്കലി റയറർ മീഡിയം ടു ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ആണെങ്കിൽ റിഫ്രാക്റ്റർ റേ ടുവേർഡ്സ് നോർമലാണ്, ലംബത്തിലേക്ക് അടുക്കുകയാണ് ചെയ്യുക. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്കാണെങ്കിൽ ഇനി നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയർ മീഡിയത്തിലേക്കാണെങ്കിൽ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് ലൈറ്റ് റേ പോകുന്നതെങ്കിൽ എവേ ഫ്രം ദ നോർമൽ, ലംബത്തിൽ നിന്ന് അകലുകയാണ് ചെയ്യുക. മക്കളെ എല്ലാം ശ്രദ്ധിക്കുക. എക്സാമിന് ചിത്രം തരും, ചിത്രം തന്നെ ചോദിക്കും, ഈ ചിത്രം ശരിയാണോ, ശരിയാണെങ്കിൽ എന്തുകൊണ്ട്, ഈ ചിത്രം തെറ്റാണോ, അല്ലെങ്കിൽ ചിത്രം ഫുള്ളാക്കി കംപ്ലീറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഡ്രോ ദ ഫിഗർ കംപ്ലീറ്റ് എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട് ടുവേർഡ്സ് നോർമലായി, ലംബത്തിലേക്ക് റിഫ്രാക്റ്റർ എന്തുകൊണ്ട് അടുത്തു, ലംബത്തിൽ നിന്ന് റിഫ്രാക്റ്റർ എന്തുകൊണ്ട് അകന്നു, ഇതൊക്കെ നമ്മുടെ ചോദ്യത്തിൽ വരും. മക്കളെ ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു ഭാഗത്തിലേക്ക് പോവുകയാണ്. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നോക്ക്, നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴും ഇവിടെ ഒരാൾ നോക്കി ഒരു ഡീവിയേഷനും സംഭവിക്കാതെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ വന്നു. അപ്പം എന്താണ് പ്രത്യേകത മക്കളെ? ഈ ലൈറ്റ് റേ ഇൻസിഡന്റ് ചെയ്യുന്നത് എങ്ങനെയാ? നോർമലി ആണ്. നോർമലി എന്ന് കഴിഞ്ഞാൽ സാധാരണ പോയിട്ട് ഷർട്ടും പാൻ്റൊക്കെ ഇട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് വരുന്ന ഒരാളെയാണോ നമ്മൾ നോർമലി? ആ ഒരു നോർമലിയാണോ ഇവിടുത്തെ നോർമലി? ഇവിടുത്തെ നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആംഗിളിലാണ്. നമുക്ക് ഇവിടെയൊക്കെ 90 ഡിഗ്രിയാണ്, ഇതൊക്കെ 90 ഡിഗ്രിയാണ് അല്ലേ. 90 ഡിഗ്രി ആംഗിളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ലൈറ്റ് റേ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത്. അപ്പം 90 ഡിഗ്രി ആംഗിളിൽ ഇൻസിഡന്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നോ ഡീവിയേഷൻ കോഴ്സ് ഇത് സംഭവിക്കില്ല. ലൈറ്റ് റേക്ക് വ്യതിയാനം സംഭവിക്കില്ല. നോക്കിയേ, എ റേ ഇൻസിഡന്റ് നോർമലി അതിന് ആ അർത്ഥമല്ല കേട്ടോ, നോർമലി അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ. ഈ സർഫസോ രണ്ടായി എയറും വാട്ടറായി മാറുന്ന ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യാണ്, അവർ നോർമലി ആയിട്ട് ഇൻസിഡന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡസ് നോട്ട് അണ്ടർഗോ റിഫ്രാക്ഷൻ സംഭവിക്കില്ല. മാധ്യമത്തിന്റെ വിഭജന തലത്തിലേക്ക് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കില്ല. ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? സിമ്പിൾ അല്ലേ മക്കളെ? നോക്കുക. ഇനി വേറൊരു ഫിഗർ. ഈ ഫിഗർ എന്തിനാ കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ, നോക്ക് മക്കളെ, ഇത് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വരച്ചതൊക്കെ നമ്മൾ ഇതുവരെയും വരച്ചത് ലൈറ്റ് റേ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്നു എന്ന രൂപത്തിലാണ്. ലൈറ്റ് റേ അങ്ങനെ മാത്രമേ പോവുകയുള്ളൂ? അല്ല, ലൈറ്റ് റേ താഴെ നിന്ന് മുകളിലേക്കും പോകും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഞാൻ ഈ ഫിഗർ വരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക കേട്ടോ. ഇനി റിഫ്രാക്ഷൻ ഇൻ എ ഗ്ലാസ് സ്ലാബ്. ഒരു ഗ്ലാസ് സ്ലാബിൽ എങ്ങനെയാണ് റിഫ്രാക്ഷൻ സംഭവിക്കുക? ഇത് എക്സാമിന് ഒരു ചോദ്യമായിട്ട് തന്നെ ചിത്രം വരയ്ക്കാനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മക്കളെ ശ്രദ്ധിക്കാം. നമുക്കറിയാം ഈ ചിത്രം എല്ലാവരും കൃത്യമായിട്ട് നോക്കുക കേട്ടോ. നല്ല നോക്കിയേ, ഇതെന്താ, ഇവിടെയൊക്കെ എയറാണ് അല്ലേ, വായുവാണ്. ഇവിടെയും വായുവാണ്, അല്ലെങ്കിൽ ഭാഗത്തൊക്കെ എയറാണ്, വായുവാണ്. ഇത് ഗ്ലാസ് ആണ്.
അല്ലേ? അപ്പം ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഈ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എയറിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ല ഗ്ലാസ്സിനുള്ളത് അല്ലേ? ഒരുപോലെ ആയിരിക്കുമോ? ഇല്ല. അപ്പോൾ ഒരുപോലെ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ലൈറ്റ് റേക്ക് സംഭവിക്കും, റിഫ്രാക്ഷൻ സംഭവിക്കും, അപവർത്തനാംഗം സംഭവിക്കും. അപവർത്തനം സംഭവിക്കും. നോക്കുക മകളെ, ഈ ലേറ്റർ എന്ത് ചെയ്തു? ലേറ്റർ എങ്ങനെ വന്നു അല്ലേ? ഈ ലേറ്റർ എന്ത് ചെയ്തു? ഈ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് എയറിൻ്റെയും ഗ്ലാസിൻ്റെയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസമായതുകൊണ്ട് റിഫ്രാക്ഷൻ സംഭവിച്ചല്ലോ അല്ലേ? അപ്പം ഈ ഒരു കാര്യം നോക്ക്, ഈ രൂപത്തിൽ ചിത്രമായി വരയ്ക്കണം. ഈ രൂപത്തിൽ എന്ത് ചെയ്യണം? ചിത്രമായിട്ട് വരയ്ക്കണം. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. ഇവിടെ നോക്കിയേ, ഞാൻ തൽക്കാലം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചിത്രം ഇത് കാണുമ്പോൾ അയ്യോ സാർ ഇത് റൈറ്റിൽ നിന്നാണ് വരുന്നത് അല്ലേ, ലെഫ്റ്റിലേക്കാണ് പോകുന്നത്, ഞങ്ങൾ അങ്ങനെ അതുവരെ വരച്ചില്ലല്ലോ, ഇതിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ ചോദിച്ചെങ്കിൽ ഇതൊക്കെ സിമ്പിളാണ്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ലേറ്റർ അവിടെ നിന്ന് വരുന്നു തന്നെ ഉള്ളൂ. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കാര്യം ചെയ്യാം, ഈ ചിത്രം എന്ത് ചെയ്യാം, ഒന്ന് തല കുത്തനെ വെക്കാം, ഇതിങ്ങനെ വെക്കാം. ഇപ്പോൾ ഓക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കും മക്കളെ, ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടേക്ക് നോക്കിക്കേ, ഒരു ലേറ്റർ അല്ലേ, ഈ ലേറ്റർ ഒബ്ലിക്വലി ആണല്ലോ, ചെരിഞ്ഞാണല്ലോ, ഈ പോയിന്റിലേക്ക് ഇൻസിഡന്റ് ചെയ്തു അല്ലേ? ഈ പോയിന്റിലേക്ക് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലേറ്റർ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ് വരുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ ഒപ്റ്റിക്കലി റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയമായ ഗ്ലാസ്സിലേക്കാണല്ലോ വരുന്നത്. സാന്ദ്രത കുറഞ്ഞതിൽ നിന്ന് സാന്ദ്രത കൂടിയതിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിഫ്രാക്റ്റർ റേ അല്ലേ, ഈ റിഫ്രാക്റ്റർ റേ എവേ ഫ്രം ദ നോർമൽ ആയിരിക്കുമോ ടുവേർഡ്സ് നോർമൽ ആയിരിക്കുമോ? ലംബത്തിലേക്ക് അടുക്കോ ലംബത്തിൽ നിന്ന് അകല്ലോ എന്നാണ് ചോദിച്ചേ. എന്താ സംഭവിക്കുക? ടുവേർഡ്സ് നോർമൽ, ലംബത്തിലേക്ക് അടുക്കുകയാണ് മക്കളെ ചെയ്യുക. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ റിഫ്രാക്റ്ററെ ലംബത്തിലേക്ക് അടുത്തുകൊണ്ട് ഇങ്ങനെ താഴേക്ക് വന്നു. ഇത് നേരെ പോവോ? ഇല്ല, കാരണം ഇതുവരെ ഇവിടെയൊക്കെ ഗ്ലാസ് ആണ്, ഇതിലൂടെ എയർ ആണ്. അപ്പൊ ഇനി ഈ ലൈറ്ററുടെ ഡ്യൂട്ടി എന്താ? ഗ്ലാസിൽ നിന്ന് എയറിലേക്ക് പോകണം അല്ലേ? അപ്പോൾ ഗ്ലാസിൻ്റെയും എയറിൻ്റെയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ മാറ്റമുള്ളത് കൊണ്ട് ഇവിടെ വീണ്ടും എന്ത് സംഭവിക്കും? ഈ ഭാഗത്തും എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും. ഇവിടെ റിഫ്രാക്ഷൻ സംഭവിച്ചതുപോലെ തന്നെ ഇവിടെയും റിഫ്രാക്ഷൻ സംഭവിക്കും. ആ ലൈറ്റർ എന്ത് ചെയ്യും? ഇത് ഗ്ലാസിൽ നിന്ന് എയറിലേക്ക് ആയതുകൊണ്ട്, ഡെൻസറിന്ന് റയറിലേക്ക് ആയതുകൊണ്ട്, സാന്ദ്രത കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കായതുകൊണ്ട് ഈ ലൈറ്റർ എന്ത് ചെയ്യും? എവേ ഫ്രം ദ നോർമൽ ആയിക്കൊണ്ട് ലംബത്തിൽ നിന്ന് അകന്നുകൊണ്ട് എന്ത് ചെയ്യും? ഈ ലൈറ്ററെ കടന്നു പോകും മക്കളെ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പഠിക്കേണ്ടത്, കൃത്യമായി വരയ്ക്കാൻ പഠിക്കണം. ഇവിടെയും റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്, ഇവിടെയും റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഈ റിഫ്രാക്റ്ററെ ടുവേർഡ്സ് നോർമലാണ്, ലംബത്തിലേക്ക് അടുക്കുകയാണെങ്കിൽ. ഇതാണെന്നുണ്ടെങ്കിലോ എവേ ഫ്രം ദ നോർമലാണ്, ലംബത്തിൽ നിന്ന് അകലുകയാണ് മക്കളെ. ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. ഇനി നമ്മൾ ഒരു ടോപ്പിക്കിലേക്ക് പോവാണ്, അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ. അതിൻ്റെ മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷ അപവർത്തനം. നോക്ക്, ഈ ചിത്രത്തിലേക്ക് നോക്കിക്കുക എല്ലാവരും മക്കളെ, കൃത്യമായി നോക്കുക. ഇതാണ് നമ്മുടെ ഭൂമി കേട്ടോ. ഭൂമി തോന്നുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഭൂമിയുടെ മുകളിൽ നോക്കി ഓരോ ലെയറുകൾ കാണാം. എന്താണ് ആ ലെയറുകൾ? ആ ലെയറാണ് മക്കളെ അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന സംഗതി ഉണ്ട്. നമ്മൾ ജോഗ്രഫിയിലൊക്കെ അത് പഠിക്കുന്നതാണ് അല്ലേ? അപ്പം ഈ ഓരോ അന്തരീക്ഷത്തിനും ഒരേ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയിരിക്കുമോ? എല്ലാവർക്കും ഒരേ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയിരിക്കുമോ? അല്ല. ഓരോ അന്തരീക്ഷത്തിലും പ്രഷറിൽ മാറ്റം ഉണ്ടാവും, മർദ്ദത്തിൽ മാറ്റം ഉണ്ടാവും, ടെമ്പറേച്ചറിൽ മാറ്റം ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ ഓരോ അറ്റ്മോസ്ഫിയറിലും മാറ്റമുള്ളത് കൊണ്ട് തന്നെ എന്താ സംഭവിക്കുക അറിയുക? ഇവിടെയൊക്കെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലും മാറ്റം ഉണ്ടാവും. എല്ലാ ആളുകളുടെയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലും മാറ്റം ഉണ്ടാവും. അപ്പം മക്കളെ വിചാരിച്ചോ, ഇവിടെ സൂര്യനുണ്ട്, നമ്മുടെ സൂര്യൻ ഇങ്ങനെയാണ് അല്ലേ? അപ്പം ഈ സൂര്യനിൽ നിന്ന് സൂര്യൻ മാഞ്ഞു പോയല്ലോ. സൂര്യൻ നമുക്ക് വരയ്ക്കാം, മാഞ്ഞു പോവാത്ത രൂപത്തിൽ വരയ്ക്കാം. യെസ്, സൂര്യൻ അല്ലേ? അപ്പൊ ഈ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലേക്ക് നേരെ കണ്ട് വരിക ആണോ? നേരെ വരികയാണോ? അല്ല മക്കളെ, നേരെ വരികയല്ല ചെയ്യുക. മറിച്ച് എന്താ സംഭവിക്കുന്നറിയോ? ഈ ഓരോ ലെയറുകളായിരിക്കുന്ന അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് ഓരോ അറ്റ്മോസ്ഫിയറിനും ഓരോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയതുകൊണ്ട്, ഓരോ പ്രകാശിക സാന്ദ്രത ആയതുകൊണ്ട് തന്നെ അവിടെയൊക്കെ വെച്ചിട്ട് എന്തെന്നറിയോ? റിഫ്രാക്ഷൻ സംഭവിക്കും, അപവർത്തനം സംഭവിക്കും. നോക്കിയേ ടെക്സ്റ്റ് ബുക്കിലെ ഈ ഫിഗർ മക്കളെ നോക്ക്. ഈ ഫിഗർ കണ്ടോ നിങ്ങൾ? ഒരുപാട് തവണ നോക്ക്. ഇവിടെയൊക്കെ ചറപറ റിഫ്രാക്ഷൻ ആക്കി, ഇവിടെയൊക്കെ റിഫ്രാക്ഷൻ സംഭവിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ സൺലൈറ്റ് ഭൂമിയിലേക്ക് എത്തുന്നത് മക്കളെ. അപ്പോൾ ഒരു വേറെ പ്രത്യേകതയും കൂടി ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. നമ്മൾ നല്ല തെളിഞ്ഞ ആകാശത്തിൽ
നമ്മൾ നക്ഷത്രത്തെ നോക്കും. നക്ഷത്രം അല്ലേ, നക്ഷത്ര രൂപം എങ്ങനെയാണോ? അല്ല, നക്ഷത്രരൂപം എങ്ങനെയല്ല. അപ്പം എന്നോട് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ചോദിച്ചു, മക്കളെ നക്ഷത്രത്തിന് എത്ര വലുപ്പം ഉണ്ടാവും? അപ്പോൾ ഒരു കുട്ടി, സാറേ എത്ര ഉണ്ടാവും അല്ലേ, ഇത്രയൊക്കെ ഉണ്ടാവൂലേ, അല്ലെങ്കിൽ ഇത്ര കുറച്ചും കൂടെയൊക്കെ ഉണ്ടാവൂലേ. ആ കുട്ടിക്ക് അറിയില്ല, നക്ഷത്രത്തിന്റെ വലിപ്പം അറിയില്ല. നക്ഷത്രത്തിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യനേക്കാളും വലിപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങൾ അടുത്താണോ? സൂര്യനേക്കാളും എത്രയോ ലൈറ്റ് ഇയേഴ്സ് അകലെയാണ് നമ്മുടെ നക്ഷത്രങ്ങൾ. എത്രയോ ലൈറ്റ് ഇയേഴ്സ് അകലെയാണ്, പ്രകാശവർഷം അകലെയാണ്. അപ്പോൾ മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം ഇതേപോലെ നോക്കിയേ, ഇതാണ് ശരിക്കും നക്ഷത്രം കേട്ടോ. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നക്ഷത്രം ഈ രൂപത്തിൽ കൊടുക്കാൻ കാരണം എന്താ? ആ രൂപത്തിലാണ് നമ്മളൊക്കെ, നക്ഷത്രം ഈ രൂപത്തിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുകയാണ്. നമ്മളെങ്ങനെ നക്ഷത്രം വരയ്ക്കുക? അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക് ഉണ്ട്, നമ്മളവിടെ സ്റ്റാർ ഇട്ട് വെക്കും. എങ്ങനെ നമ്മൾ സ്റ്റാർ ഇട്ട് വെക്കുക? ഇങ്ങനെ അല്ലേ, ഇങ്ങനെ ഈ ഷേപ്പിൽ സ്റ്റാർ ഇട്ട് വെക്കുക. കാരണം എന്താ? നക്ഷത്രം അങ്ങനെയാണ് നമ്മൾ വിചാരം. അപ്പോൾ അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തു, നക്ഷത്രം ശരിക്ക് സ്പെറിക്കൽ ഷേപ്പിലാണ് ഉണ്ടാവുക, സ്പിയർ ഷേപ്പിലാണ് ഉണ്ടാവുക. ഓക്കെ മക്കളെ നോക്കുക, അപ്പോൾ ഈ നക്ഷത്രത്തിൽ നിന്നുള്ള ലൈറ്റ് എന്ത് ചെയ്യാണ്? ഇതേപോലെ ഒരുപാട് ലെയറുകളിലൂടെ കയറി ഇറങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഭൂമി ഉണ്ട് കേട്ടോ, എന്നാണ് ഭൂമി വിചാരിക്കോ, ഈ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ ഭൂമിയിലേക്ക് നക്ഷത്രം വരുന്ന സന്ദർഭത്തിൽ മക്കളെ ഈ നക്ഷത്രത്തിൻ്റെ ലൈറ്റിന് ഒരുപാട് തവണ റിഫ്രാക്ഷൻ സംഭവിക്കും. അങ്ങനെ റിഫ്രാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ നക്ഷത്രത്തിൻ്റെ കൃത്യമായ പൊസിഷൻ അല്ല, അപ്പാരൻ്റ് പൊസിഷനാണ്. അതായത് അവിടെയാണ് നമുക്ക് തോന്നുകയാണ്, ശരിക്കും നക്ഷത്രത്തിൻ്റെ പൊസിഷൻ അവിടെയല്ല, ഇവിടെയായിരിക്കും. ഇത് അപ്പാരൻ്റ് ആണ്, തോന്നുന്ന സ്ഥലമാണ് അല്ലേ, നമുക്ക് അവിടെയാണെന്ന് നമുക്ക് തോന്നുകയാണ് ചെയ്യുക. അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യമുണ്ട്, പരീക്ഷയ്ക്കും ചോദിച്ച ചോദ്യമാണ്. നമുക്കറിയാം, നല്ല തെളിഞ്ഞ ആകാശത്ത് നമ്മളിങ്ങനെ നല്ല തെളിഞ്ഞ ആകാശത്തിൽ നമ്മളിങ്ങനെ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നക്ഷത്രം മിന്നുന്നതായിട്ട്, അതായത് ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് അല്ലേ, നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് ഫീൽ ചെയ്യും. ശരിക്കും നക്ഷത്രങ്ങൾ മിന്നുന്നുണ്ടോ? ഇല്ല മക്കളെ, നക്ഷത്രങ്ങൾ ശരിക്കും മിന്നുന്നില്ല. നക്ഷത്രം നമ്മളിങ്ങനെ ഈ റിഫ്രാക്ഷൻ സംഭവിക്കുന്ന മൂലം നക്ഷത്രങ്ങളുടെ ലൈറ്റ് ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് തവണ എന്ത് ചെയ്യും? റിഫ്രാക്ഷൻ സംഭവിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ഫീൽ ചെയ്യാണ്? ഈ റിഫ്രാക്ഷൻ സംഭവിക്കുന്ന മൂലം നക്ഷത്രത്തിന്റെ പൊസിഷനിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് പൊസിഷൻ ഇങ്ങനെ മാറുകയാണോ? നമുക്ക് തോന്നുന്നു പൊസിഷൻ ഇങ്ങനെ മാറുന്നതായിട്ട്. ആ പൊസിഷന്റെ മാറ്റം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നക്ഷത്രം മിന്നുന്നതായിട്ട് ഫീൽ ചെയ്യുന്ന. മക്കളെ നോക്കിയേ, സ്റ്റാർ അപ്പിയർ, ഒരു കാരണം പറയണ്ട്, സ്റ്റാർ അപ്പിയേഴ്സ് ആസ് പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് ബിക്കോസ് ദേ ആർ വെരി ഫാർ ഫ്രം എർത്ത്. അതായത് നമുക്ക് നോക്കുമ്പോൾ നക്ഷത്രത്തിൽ ലൈറ്റ് ഒരു ചെറിയൊരു പോയിന്റിൽ നിന്ന്, ബിന്ദുവിൽ നിന്ന് വരുന്നതായിട്ട് ഫീൽ ചെയ്യും. കാരണം എന്താ? അത്രത്തോളം അകലെയാണ് നക്ഷത്രങ്ങൾ അല്ലേ. അപ്പം ഇത് പറയാണ്, ആസ് ദെയർ ലൈറ്റ് പാസസ് ത്രൂ എർത്ത് അറ്റ്മോസ്ഫിയർ, ഈ ലൈറ്റ് അറ്റ്മോസ്ഫിയർ കടന്നു വരുമ്പോൾ ഈ അറ്റ്മോസ്ഫിയറിന് പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? വാരിയിങ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. വാരി ചെയ്യുന്ന ഒരേ പ്രഷർ ടെമ്പറേച്ചറാണ് എല്ലാവർക്കും, എല്ലാ ലെയറുകൾക്കും ഒരേ പ്രഷർ ടെമ്പറേച്ചറാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അവരുടെ ഒപ്റ്റിക് ഡെൻസിറ്റിയിലും മാറ്റം ഉണ്ടാവും, പ്രകാശിക സാന്ദ്രതയിലും മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ ടേം ഓർത്ത് വെക്കുക. എന്ത് സംഭവിക്കും? ഇറഗുലർ റിഫ്രാക്ഷൻ സംഭവിക്കും. നോക്ക് മക്കളെ, നക്ഷത്രങ്ങൾ ഭൂമിയിൽ നിന്ന് വളരെ അകലെയായതിനാൽ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശം ഒരു ബിന്ദുവിൽ നിന്ന് വരുന്ന പ്രകാശമായി തോന്നും. പ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ അന്തരീക്ഷത്തിലുമുള്ള മർദ്ദം, താപനില ഇവയിൽ മാറ്റമുള്ളതിനാൽ ക്രമരഹിതമായ അപവർത്തനം സംഭവിക്കും. അതിനാൽ നക്ഷത്രം എന്തെയും സ്ഥാനം മാറുന്നതായും മിന്നുന്നതായും തോന്നും. മിന്നുന്നതെല്ലാം പൊന്നല്ല, അതൊരു പഴഞ്ചൊല്ലുണ്ടല്ലേ. ഓക്കെ, അപ്പം ഇതാണ് മക്കളെ, ഇത് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ കാര്യം ചെയ്തോ, ഇവിടെ സ്റ്റാർ ഇട്ട് വെച്ചോ, സ്റ്റാർ ഇങ്ങനെ തന്നെ ഇട്ട് വെച്ചോ, നമ്മളാരും സ്റ്റാറിന് മാറ്റം വരുത്തണ്ട. ക്രിസ്മസ് കണ്ടാൽ ഞാൻ സ്റ്റാർ തൂക്കുക, ഞാൻ സയൻസ് പഠിച്ച വിദ്യാർത്ഥിയാണ്, അതുകൊണ്ട് ഞാനിനി സ്റ്റാർ ഇങ്ങനെ തൂക്കുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ആവശ്യമില്ല. സ്റ്റാർ നമ്മളെ ഒരു ഇതനുസരിച്ച് ട്രഡീഷണൽ ആയിട്ട് കൈമാറി വന്ന ഒരു രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? സ്റ്റാർ ഈ രൂപത്തിൽ തന്നെയാണ് നമ്മൾ വെക്കുക അല്ലേ. ഓക്കെ മക്കളെ ശ്രദ്ധിക്കാം. ഇനി നോക്ക്, ഈ ഒരു ഫിഗർ നോക്ക്. യഥാർത്ഥത്തിൽ സൂര്യൻ്റെ പൊസിഷൻ ഇതല്ലേ? ആക്ച്വൽ പൊസിഷൻ ഇതാണ്. ഇതെന്ത് ചെയ്യും? സൂര്യന് ലൈറ്റ് ഇങ്ങനെ പോയിട്ട്
അറ്റ്മോസ്ഫിയറിലൂടെ കടന്ന് ഭൂമിയിലേക്ക് എത്തും. അപ്പം ഭൂമിയിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, ഈ ലൈറ്റിന് എന്ത് ചെയ്യും, ഒരുപാട് തവണ റിഫ്രാക്ഷൻ സംഭവിക്കും. അപ്പം എന്ത് ചെയ്യും, നമുക്ക് സൂര്യൻ എവിടെയായിട്ടാണ് തോന്നുക, അതിൻ്റെ ശരിക്കുള്ള ആക്ച്വൽ പൊസിഷനിൽ നിന്ന് മാറിയിട്ട് ഇവിടെ ആയിട്ടാണ് തോന്നുക. ഓക്കെ, അപ്പം ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ വന്നാൽ നമുക്ക് എഴുതാം. ഇതിൽ അന്തരീക്ഷം ഇങ്ങനെ ഒരുപാട് ലെയർ അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഓരോ ലെയറിൻ്റെയും ടെമ്പറേച്ചറും പ്രഷറിലും മാറ്റമുള്ളത് കൊണ്ട് തന്നെ ഒപ്റ്റിക് ഡെൻസിറ്റിയിലൊക്കെ മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഒരുപാട് തവണ ഇറഗുലർ ആയിട്ടുള്ള റിഫ്രാക്ഷൻ സംഭവിച്ചിട്ടാണ് ലൈറ്റ് താഴേക്ക് എത്തുക. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുക, നമുക്ക് ഈ പറയുന്ന നക്ഷത്രം മിന്നുന്നതായിട്ടും സൂര്യൻ അതിൻ്റെ യഥാർത്ഥ പൊസിഷനിൽ നിന്ന് മാറിയിട്ടാണ് നമുക്ക് കാണുക. അപ്പോൾ മക്കളെ, തൽക്കാലം നമ്മളിവിടെ പാർട്ട് 1 അവസാനിപ്പിക്കുകയാണ്. ഇനി പാർട്ട് 2 വരുത്തോടെ നമ്മുടെ ചാപ്റ്റർ അവസാനിക്കും. പിന്നുള്ളത് പാർട്ട് 3 ആണ്. പാർട്ട് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ചാപ്റ്ററിൽ തന്നെ ചാപ്റ്ററിൻ്റെ അവസാനം കൊടുത്തുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അവസാന ഭാഗത്ത് പാർട്ട് 3-യിൽ ഡിസ്കസ് ചെയ്യും. അപ്പം നമ്മുടെ A+ അക്കാഡമിയുടെ ചാനലുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അമർത്തി വെക്കുക. എന്താ വെച്ചാൽ നോട്ടിഫിക്കേഷൻ വരാനാണ്. നമ്മൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള കണ്ടന്റുകൾ മാത്രമേ ഇടുള്ളൂ. ഓക്കെ, അപ്പം അത് വിദ്യാഭ്യാസം എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ് അല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, നല്ലോണം പഠിക്കുക, എഫേർട്ട് എടുത്ത് പഠിക്കുക. ഒരു മാർക്ക് പോലും നമുക്ക് ഒരു വിഷയത്തിലും കളയാൻ പാടില്ല. കൃത്യമായി പഠിക്കുക, എഫേർട്ട് എടുക്കാതെ ഒന്നും നമുക്ക് കിട്ടില്ല. നമുക്കറിയാം, ഈ ഭൂമിയിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിനു പുറകിൽ നല്ല എഫേർട്ട് ഉണ്ട് അല്ലെ, ഹാർഡ് വർക്ക് ഉണ്ട് അല്ലെ. ഹാർഡ് വർക്ക് നെവർ ഫെയിൽ എന്നാണ്. ഒരിക്കലും കഠിനമായ അധ്വാനം എന്ത് ചെയ്യില്ല, പരാജയപ്പെടില്ല എന്ന് മനസ്സിലാക്കുക. നല്ലോണം ഇരിക്കുക, എഫേർട്ട് എടുക്കുക, പഠിക്കുക, 100% മാർക്കും കരസ്ഥമാക്കുക. ഓക്കെ, താങ്ക് യു. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.